ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി 2 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. ബോട്ടഫോഗോയ്ക്കെതിരെയുള്ള മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ നെയ്മർ ഗംഭീര പ്രകടനം നടത്തുകയും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ നോവോ ഹൊറൈസോണിനെതിരെയുള്ള മത്സരത്തിൽ 75 മിനിറ്റ് നെയ്മർ കളിച്ചുവെങ്കിലും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതായാലും പൗളിസ്റ്റ A1-ൽ ഇതിനോടകം തന്നെ ഏറ്റവും കൂടുതൽ ഫൗളുകൾ നേരിടേണ്ടി വന്ന താരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ. അത്രയധികം ഫൗളുകളാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നെയ്മർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ESPN ബ്രസീൽ ഇതിന്റെ കണക്കുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായി ഒന്ന് പരിശോധിക്കാം. നെയ്മർ ജൂനിയർ പൗളിസ്റ്റ A1-ൽ കളിച്ചത് കേവലം 120 മിനിറ്റ് മാത്രമാണ്. അതിൽ നിന്ന് 9 ഫൗളുകൾ നെയ്മർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് ശരാശരി ഓരോ 13 മിനിറ്റിനിടയിലും നെയ്മർ ഓരോ ഫൗളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ ഫൗളുകളും അതുപോലെ തന്നെ സമയവും വെച്ച് ശരാശരി നോക്കുമ്പോൾ പൗളിസ്റ്റ A1-ൽ ഏറ്റവും കൂടുതൽ ഫൗളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന താരം അത് നെയ്മർ ജൂനിയർ ആണ്. ചുരുങ്ങിയത് 100 മിനിറ്റെങ്കിലും കളിച്ച താരങ്ങളുടെ കണക്കുകളാണ് ഇവർ വിലയിരുത്തിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഇന്ററിന്റെ ബെർണാഡോ എന്ന താരമാണ്. 104 മിനിറ്റ് കളിച്ച താരം 6 ഫൗളുകൾ നേരിട്ടിട്ടുണ്ട്. അതായത് ശരാശരി ഓരോ 17 മിനിറ്റിലും അദ്ദേഹത്തിന് ഫൗളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം പൗളിസ്റ്റ A1-ൽ ഏറ്റവും കൂടുതൽ ഫൗളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന താരം അത് നോറസ്റ്റോയുടെ കാർലോവയാണ്. ആകെ 720 മിനിറ്റ് കളിച്ച താരം 21 ഫൗളുകളാണ് ആകെ നേരിട്ടിട്ടുള്ളത്. ശരാശരി ഓരോ 34 മിനിറ്റിലും അദ്ദേഹത്തിന് ഫൗളുകൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ശരാശരി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫൗളുകൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് നെയ്മർക്കാണ്. ഓരോ 13 മിനിറ്റിലും ഓരോ തവണ അദ്ദേഹം ഫൗളിന് ഇരയാവുന്നു എന്നുള്ളതാണ് വസ്തുത. ബോട്ടഫോഗോക്കെതിരെയുള്ള മത്സരത്തിൽ അവർ ആകെ 15 ഫൗളുകളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ 5 എണ്ണവും നെയ്മർക്കെതിരെയായിരുന്നു. പിന്നീട് നോവോ ഹൊറൈസോണിനെതിരെയുള്ള മത്സരത്തിൽ ആകെ അവർ 13 ഫൗളുകളാണ് മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. അതിൽ 4 എണ്ണവും നെയ്മർക്കെതിരെയായിരുന്നു. ഇങ്ങനെ എല്ലാ ടീമുകളും എല്ലാ എതിർ താരങ്ങളും നെയ്മറെ ഫൗൾ ചെയ്യുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് നെയ്മറുടെ ആരാധകർക്ക് ആശങ്ക നൽകുന്ന കാര്യമാണ്. കാരണം ഏത് നിമിഷവും പരിക്ക് പറ്റാം എന്ന ഒരു ഭീഷണിയിലാണ്, ഒരു ഭീതിയിലാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.